പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ ദയനീയ പരാജയത്തെ അവലോകനം ചെയ്യുന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ജൂലൈ 4-ാം തീയതി CPM-ൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അത് സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം കേന്ദ്ര നേതാക്കളായിട്ടുള്ള പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും കേരളത്തിൽ വന്ന ഏതാനും മേഖലാ യോഗങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. അവർ പ്രസംഗിച്ചത് എന്താണെന്നുള്ളതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. തെറ്റുകൾ എന്താണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിന് തിരുത്തൽ നടപടി സംസ്ഥാന സമിതി ആരംഭിക്കും എന്നാണ് സീതാറാം യെച്ചൂരി പറയുന്നത് നമ്മൾ കേട്ടത്. സുഹൃത്തുക്കളെ, ഇതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു വിവരം പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് CPM-ൻ്റെ കേന്ദ്ര നേതൃത്വം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അതാണ് നമുക്ക് കിട്ടുന്ന വിവരം. സ്വാഭാവികമായി തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ CPM-ൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ റിപ്പോർട്ട് എന്തായിരുന്നു, കേന്ദ്ര നേതൃത്വത്തിൻ്റെ റിപ്പോർട്ട് എന്തായിരുന്നു എന്നുള്ള വിശകലനം ചെയ്യേണ്ടി വരുമല്ലോ. CPM സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ട് പ്രധാനമായിട്ട് എന്തായിരുന്നു? 2 ഭാഗങ്ങൾ അതിനുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്, ഈ തിരിച്ചടിക്ക് കാരണമെന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായും SDP-യുമായും പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് നിന്നാണ് മത്സരിച്ചത് എന്നുള്ളതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വലിയ തോതിൽ UDF-ലേക്ക്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് UDF-ലേക്ക് പോയി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, SNDP എന്ന് പറയുന്ന സംവിധാനത്തെ, ആ സംവിധാനത്തിൻ്റെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ ഈഴവ വോട്ടുകളെ വളരെ സുസംഘടിതമായി BJP-യിലെത്തിച്ചു. അതിന് RSSും BJP-യും ഒക്കെ വലിയ ശ്രമങ്ങൾ നടത്തി. അങ്ങനെ ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് പോയി. ക്രിസ്ത്യൻ വോട്ടുകളാകട്ടെ ഒരു ഭാഗം, തൃശ്ശൂരിലുള്ള ഒരു ഭാഗം BJP-യിലേക്ക് പോയി. അത് ഈ പറയുന്നത് പോലെ പിന്നെ അവരുടെ ഫണ്ടിങ്ങൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് BJP എടുത്തിട്ടുള്ള ചില സമീപനങ്ങളുടെ ഭാഗമായി ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരു ശതമാനം BJP-ക്ക് വോട്ട് ചെയ്തു. ഇതായിരുന്നു കേരളത്തിൻ്റെ സംസ്ഥാന സമിതി അവലോകന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതിനുശേഷം രണ്ടാം ഭാഗത്ത് സ്വയം വിമർശനത്തെക്കുറിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഭാഗം ഇതായിരുന്നു. അതായത് മുസ്ലിങ്ങളുടെ വോട്ട് പോയി, ഹിന്ദുക്കളുടെ വോട്ട് പോയി, ക്രിസ്ത്യാനികളുടെ വോട്ടും പോയി. ഇതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ അവലോകനത്തിലെ പ്രധാന ഭാഗം. എന്ന് പറയുമ്പോൾ സ്വയം വിമർശനത്തിൻ്റെ ഭാഗം കൂടി ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടാണ് കേന്ദ്ര നേതൃത്വം എടുത്ത് ചവറ്റോട്ടെ കളഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് കേന്ദ്ര നേതൃത്വം പറഞ്ഞു. ശരിയാണ്, മുസ്ലിം വോട്ടുകൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം, ഹിന്ദു വോട്ടുകൾ പോയിട്ടുണ്ടാവാം, ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ പോയിട്ടുണ്ടാവാം, ശരിയായിരിക്കാം. പക്ഷേ അടിസ്ഥാന വോട്ടുകൾ എവിടെ പോയി? അതാണ് കേന്ദ്ര നേതൃത്വം ചോദിച്ച ചോദ്യം. CPM-ൻ്റെ ഒരു കോർ വോട്ട് ബാങ്ക് ഉണ്ടല്ലോ, ആ കോർ വോട്ട് ബാങ്ക് എങ്ങോട്ടാണ് പോയത് എന്നുള്ള ചോദ്യം ആണ് കേന്ദ്ര നേതൃത്വം ചോദിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞത് CPM-ൻ്റെ അടിസ്ഥാന വോട്ട്, CPM-ൻ്റെ അടിത്തറയായിട്ടുള്ള അടിസ്ഥാന വർഗങ്ങളുടെ വോട്ട് പോലും പല മണ്ഡലങ്ങളിലും BJP-യിലേക്ക് പോയി എന്ന് CPM വിലയിരുത്തി. കൈത്തറി പോലുള്ള മേഖലകളിൽ തൊഴിലവസരങ്ങളൊക്കെ കുറഞ്ഞതിനെ തുടർന്ന് പിന്നെ അവിടെ ട്രേഡ് യൂണിയനുകൾ ദുർബലമായി, അതിൻ്റെ ഭാഗമായി അവിടുന്ന് വോട്ട് ചോർച്ചയുണ്ടായി. പാർട്ടി അണികളുടെയും ജനങ്ങളുടെയും മൂഡും പ്രിഫറൻസസും അറിയാൻ പാർട്ടി യൂണിറ്റുകൾക്ക് കഴിഞ്ഞില്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെ രംഗത്ത് CPM BJP-യെക്കാളും UDF-നെക്കാളും പുറകിൽ പോയി. 18 വയസ്സ് തികഞ്ഞവരെയും യുവാക്കളെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല. അഴിമതിയുടെ അനുഭവങ്ങൾ കൂടുതലായി പഞ്ചായത്തുകളിൽ നിന്നും പിന്നെ സഹകരണ സംഘങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അടി മുതൽ മുടി വരെയുള്ള പാർട്ടി അണികളുടെ അഹങ്കാരവും അഹന്തയും പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അലിയനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അകറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പിന്നെ പാർട്ടി കേന്ദ്ര നേതൃത്വം പറഞ്ഞത്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളും പറഞ്ഞു. ഇതൊന്നും വിശദമായി സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊന്നുമില്ലാതെ മുകളിലേക്ക് ശ്രീ MV ഗോവിന്ദൻ കൊണ്ടുപോയ റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വം എടുത്ത് ചവറ്റോട്ടെ കളഞ്ഞിട്ടാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് അവിടെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചത്. അത് ശരിക്കും MV ഗോവിന്ദന് കരണക്കുറ്റിക്കിട്ട് കിട്ടിയ ഒരു അടിയായി പോയി എന്നുള്ളതൊരു വസ്തുതയല്ലേ. എന്നിട്ട് ആ കേന്ദ്ര നേതൃത്വത്തിൻ്റെ റിപ്പോർട്ടാണ്
പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ഇവിടെ വന്ന് ഇവിടുത്തെ മേഖലാ യോഗങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി അവതരിപ്പിച്ചത്. അതിൻ്റെ ജാള്യതയാണ് ഈ എം വി ഗോവിന്ദൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ജാള്യതയാണ് പിണറായി വിജയൻ്റെ തുടർന്നുമുള്ള അഹങ്കാരത്തിലും അഹന്തയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ച ഈ റിപ്പോർട്ട് ഇനി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അതിന്മേൽ തിരുത്തൽ നടപടികൾ ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര നേതൃത്വം, എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൊണ്ടുപോയ അവലോകന റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വം എടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞു. ഇതാണ് നമ്മൾ പ്രധാനമായും ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം.